സൗദിയിൽ പുരുഷന്മാരുടെ കുത്തകയായിരുന്ന സമുദ്രാതിർത്തി സംരക്ഷണത്തിൽ ഇനി സ്ത്രീകളുടെ പങ്കാളിത്തം. 178 കിലോമീറ്റർ ചെങ്കടൽ തീരവും കടലിലെ സൗദി അതിർത്തിയും ഇനി പെൺകാവൽ ഭടന്മാരുടെ കൂടി ജാഗ്രതയിൻ കീഴിലാകും. നിലവിലെ സൗദി ബോർഡർ ഗാർഡ് യൂണിറ്റിന്റെ ഭാഗമായി ഫീമെയിൽ കോപ്സും ഇനി പട്രോളിംഗ് നടത്തും. 7 വനിതകളാണ് മറൈൻ റേഞ്ചർമാരുടെ ആദ്യ സംഘത്തിലുള്ളത്. റോയൽ റിസർവിൽ 3 വർഷമായി സേവനമനുഷ്ഠിക്കുന്ന ആദ്യത്തെ ഫീമെയിൽ റേഞ്ചറായ റുഖയ്യ അവാദ് അൽ ബലാവിയുടെ നേതൃത്വത്തിലാണ് ഈ സംഘം. നീന്തലിലും ആയുധോപയോഗത്തിലും അതികഠിനമായ പരിശീലനം പൂർത്തിയാക്കിയവരാണ് സംഘത്തിലുള്ളത്. പ്രഥമ ശുശ്രൂഷ, സ്വയം പ്രതിരോധം, സംരക്ഷണ സാങ്കേതിക വിദ്യകൾ, പട്രോളിംഗ്, പാരിസ്ഥിതിക നിരീക്ഷണം എന്നിവയ്ക്കും പരിശീലനം ലഭിച്ചിട്ടുണ്ട്. സമുദ്രജീവികളെ നിരീക്ഷിക്കുക, പരിസ്ഥിതി നിയന്ത്രണങ്ങൾ നടപ്പാക്കുക, സമുദ്ര ഗവേഷണത്തിനും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപന ശ്രമങ്ങൾക്കും സംഭാവന നൽകുക എന്നിവയാണ് ഫീമെയിൽ മറൈൻ റേഞ്ചർമാരുടെ ദൗത്യം. കടലിൽ നീന്തുന്നതിനും ജോലി ചെയ്യുന്നതിനും ശാരീരികവും സാങ്കേതികവുമായ കഴിവുകൾ ഉപയോഗിച്ച് തീവ്ര നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷം ജോലിയുടെ ശാരീരിക ആവശ്യങ്ങൾക്കുള്ള സന്നദ്ധത ഉറപ്പാക്കാൻ ഫിറ്റ്നസ് മാസങ്ങളോളം പരിശോധിച്ചതിനു ശേഷമാണ് പുതിയ ദൗത്യത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ആഗോളതലത്തിൽ മറൈൻ റേഞ്ചർമാരിൽ 11% പേർ മാത്രമാണ് സ്ത്രീകൾ. കൂടാതെ കടൽ സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നവരിൽ വെറും 1% മാത്രമാണ് സ്ത്രീകളുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ മേഖലയിൽ സ്ത്രീകൾക്ക് മാത്രമായി സൗദി പ്രത്യേക ഒരു സംഘത്തെ തന്നെ രൂപവൽക്കരിച്ചത് ലോകത്തിന്റെ തന്നെ സവിശേഷ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. പുതിയ വനിതാ റേഞ്ചർ സംഘത്തെ പ്രഖ്യാപിച്ചതോടെ കൂടുതൽ സ്ത്രീകൾ സാഹസികമായ ഈ പുതിയ ദൗത്യത്തിലേക്ക് എത്തിപ്പെടാൻ താല്പര്യം കാണിക്കുന്നതായും അധികൃതർ പറയുന്നു. 2030 ആകുമ്പോഴേക്കും ഭൂമിയുടെ കരയുടെയും കടലിന്റെയും 30% സംരക്ഷിക്കുക എന്ന ആഗോള ലക്ഷ്യത്തിലേക്ക് സൗദി അറേബ്യ പുരോഗമിക്കുമ്പോൾ രാജ്യത്ത് വൈദഗ്ധ്യമുള്ള തദ്ദേശീയ റേഞ്ചർ ടീമുകളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നീക്കം. സൗദി അറേബ്യയുടെ 1.8% പ്രാദേശിക ജലാശയങ്ങൾ ഉൾക്കൊള്ളുന്ന റോയൽ റിസർവിന്റെ സമുദ്രമേഖല രാജ്യത്തിന്റെ 64% പവിഴപ്പുറ്റിനങ്ങളുടെയും 22% മത്സ്യ ഇനങ്ങളുടെയും ഹോക്സ്ബിൽ പച്ച ആമകൾ, സ്പിന്നർ ഡോൾഫിനുകൾ, ഡൂഗോങ്ങുകൾ, തിമിംഗല സ്രാവുകൾ എന്നിവ ഉൾപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രമാണ്.